നമസ്കാരം. A1 ന്യൂസ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് ചെറുപുഴ സഹകരണ ആശുപത്രിയുടെ തൊട്ടടുത്ത താമസക്കാരനായ പാലക്കാമണ്ണിൽ അനിയൻകുഞ്ഞ് ചേട്ടനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മണ്ണിൽ മലയോര മേഖലയിൽ അധികം ആരും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു വ്യത്യസ്ത കൃഷിയുമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സ്ഥലത്ത് കൃഷി ചെയ്ത് അത് വിജയകരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്കറിയാം. അനിയൻകുഞ്ഞേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ 1-2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിന് കൃഷി പൊതുവേ നമ്മുടെ ഈ ഏരിയയിൽ ആരും തന്നെ ഇതിങ്ങനെ ചെയ്ത് കണ്ടാറില്ല. അപ്പം ഇങ്ങനെ ഒരു ഉദ്യമത്തിന് എങ്ങനെയാണ് സാർ മുമ്പോട്ട് വന്നത്? നമ്മൾ ശരിക്കും ഇത് യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കിയൊരു സാധനമാണ്. അപ്പം നമ്മളത് പരീക്ഷിക്കാമെന്ന് കരുതി. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത് പലയിടത്തും വിജയിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പരീക്ഷണം നടത്താമെന്ന് കരുതി. കാരണം ഇത് ഈ പ്രദേശത്ത് ഇത് വേറെ ആരും ചെയ്തിട്ടുണ്ടോ ഇതുപോലെ? വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരും ചെയ്തതായിട്ടൊരു അറിവില്ല. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 മൂടിപ്പം കൃഷി ചെയ്തിട്ടുണ്ട്. ഞാനിത് നവംബറിലാണ് നട്ടത്, കഴിഞ്ഞ നവംബർ. ഇപ്പം നമുക്കിപ്പോൾ 9 മാസത്തിൽ അതാണ് 9 മാസം കൊണ്ട് ഞാനത് വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പണിയൊക്കെ എങ്ങനെ? പണി നമ്മൾ സ്വയം ചെയ്യുന്നു. സഹായത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മളതിന് വളമിട്ട് കൊടുക്കും. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേനൽക്കാലമാണെങ്കിലും വെള്ളത്തിൻ്റെ നനയ്ക്കേണ്ട ഒരു ഇത് വരുന്നില്ല. നമുക്കൊരു 1-2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു പ്രകൃതം കണ്ടിട്ടും അധികം വെള്ളം വേണ്ടാത്ത ഒരു ടൈപ്പ്, നമ്മൾ കള്ളിച്ചെടി ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയൊരു ഫ്രൂട്ട്സാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് അതുപോലെ ഇതിന്റെ പരിപാലനവും കാര്യങ്ങളല്ല, അതെങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത്? പാലക്കാടുള്ളൊരു ആളുമായിട്ട് സംസാരിച്ചു. അയാൾ ഫാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നു. അവർ കൊണ്ട് പ്ലാന്റ് നമുക്ക് ചെയ്തു തന്ന വളരെ ശാസ്ത്രീയമായി തന്നെ. അതുപോലെ ഒരു തൂണും അതുപോലെ ഒരു ടയറും ഒരു പ്രത്യേക മറ്റു ഒരു കൃഷി ഇനത്തിനും ഇങ്ങനെയൊന്നും ഒരു ഇതില്ലല്ലോ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ. അതുപോലെ വെറും 4 ചുവട് മാത്രം മുകളിലോട്ട് പോകുന്നു, മുകളിൽ നിന്ന് ഇങ്ങനെ പടർന്ന് അതൊരു ഒരു രീതിയാണെന്നോ അല്ലേ? അതെ, അങ്ങനെയാണത്. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് വിടുന്നു. അപ്പോൾ വ്യത്യസ്തമായ ഒരു കൃഷിയാണ്. അപ്പോൾ ഈ കൃഷിഭവനിൽ നിന്ന് ഇത്തരം കൃഷികൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് ശരിക്കും. സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കൃഷിഭവനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടില്ല. ആനുകൂല്യത്തിനുള്ള അപേക്ഷ ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് നടുന്ന സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം കൃഷി ഓഫീസർ അവിടെ ഇല്ല. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഇന്നലെ ഞാൻ ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ പറിച്ചതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്ക് കൃഷി ഓഫീസറെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും ഈ ഒരു ഏകദേശം ഇത്ര മാസങ്ങളായില്ലേ, അപ്പം ഇതിനകം തന്നെ 1-2 പ്രാവശ്യം വിളവെടുത്തു എന്നല്ലേ പറഞ്ഞേ? ഇപ്പം നമ്മളൊരു 2-3 പ്രാവശ്യമായിട്ട് വിളവെടുത്തു. അപ്പം എങ്ങനെയാണ് ഇത് ലാഭകരമാണോ? ഇപ്പം എങ്ങനെയാണ് മാർക്കറ്റിൽ ഇതിന് വാല്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും അതിൻ്റെ ഒരു വിളവെടുപ്പ് എന്ന് പറയാനായിട്ടായില്ല. നമ്മൾ കഴിഞ്ഞ നവംബറിൽ നട്ടു. ഇപ്പം നമുക്ക് ഈ 9 മാസം ആദ്യത്തെ ഒരു വിളവെടുപ്പായത്. ആദ്യത്തെ വിളവെടുപ്പിൽ നമുക്കപ്പോൾ എല്ലാ കമ്പോളിൽ നമുക്ക് കാണാം. എല്ലാ ശകരങ്ങളിലും നമുക്ക് പൂവായിട്ടില്ല. ചില ശകരങ്ങളിൽ മാത്രമേ നമുക്ക് പൂവും കായും ആവുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ വർഷം നമ്മൾ അതിനെ ഒരു ഇതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു 3 വർഷം കൊണ്ട് നമുക്ക് മുടക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ചെറുപുഴ കൃഷിഭവനിൽ ഇപ്പം വളരെ നല്ല ഓഫീസർമാരാണ്. എല്ലാവർക്കും, എല്ലാ കൃഷിക്കാർക്കും എല്ലാവിധ സൗകര്യങ്ങളും ചേർന്ന് നമുക്കെല്ലാം ഒപ്പം തന്നെ നിൽക്കുന്ന ഓഫീസർമാരാണ്. അപ്പം തീർച്ചയായും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ അതിന് വേണ്ട സബ്സിഡികളും കാര്യങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ കൃഷിഭവനുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് ബന്ധപ്പെടുത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ കൃഷിഭവനായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഞാൻ അവരെ ബന്ധപ്പെടുത്താനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായാലും അവരെ വിളിച്ച് നമ്മളതൊരു നല്ലൊരു പ്രോഗ്രാമായിട്ട് അവരെ ആയിട്ട് സംസാരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ബാക്കി നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതും കൊണ്ട് നമ്മൾ നിർത്തുന്നതല്ല, ഇത് നമ്മൾ വേറെ സ്ഥലത്തും കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. നവംബറിലാണ് ഇത് ഇവിടെ വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ കായ്കൾ എല്ലാ ടൈമിനും ഇവിടെ ഉണ്ടാവും? അത് എങ്ങനെയാണ് അതിൻ്റെ? ഇല്ല, ഇത് നമുക്ക് ജൂൺ മുതൽ ഒരു ഒക്ടോബർ നവംബർ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇതിൻ്റെ ഫലം നമ്മൾ ആദായം എടുപ്പ്. ആ സമയത്താണ്.
അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ തൈയാക്കുന്നുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഒരു അതെ. ബെനിഫിറ്റ് ആണല്ലേ, അതെ, തൈകൾ തീർച്ചയായിട്ടും. ഏതായാലും ഇത്തരം പ്രദേശത്തും ഇത് ഫലപുഷ്ടിയായിട്ട് ഉണ്ടാവുന്നത് നമുക്ക് ഏതായാലും തെളിയിച്ചു കഴിഞ്ഞു. തെളിയിച്ചു. നമ്മൾ ഇതിന് തൈ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത പ്ലാന്റ് തുടങ്ങുന്നത്. അപ്പൊ ഇത് തൈകൾ ഇനി ആവശ്യക്കാർക്ക് കൊടുക്കാനും കൂടി ഉള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും കൊടുക്കാനുണ്ടാവും. ഏതായാലും വളരെ നല്ല തീരുമാനമാണ്. ഒരു വ്യത്യസ്തമായ കൃഷിയിലൂടെ ചെറിയ രീതിയിലെങ്കിലും ലാഭം നേടാം എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. അത് കാണുമ്പോൾ തന്നെ വളരെ പ്രൊഫഷണലായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ കൃഷിയുടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ വേണ്ട വളങ്ങളും ഇതൊക്കെ നൽകിക്കൊണ്ട് ഇത്രയും നാൾ പരിപാലിച്ചിട്ടുണ്ട്. അപ്പം കൃഷി ഓഫീസിൽ നിന്നും വേണ്ട ഒരു പരിഗണന ഇദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ക്യാമറമാൻ സുരേഷ് മോനുപള്ളിക്കൊപ്പം അനൂപ് കൗസ്തുഭം. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.